ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു സ്റ്റഡി ചലഞ്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. ഇത് അതിൻ്റെ തലേദിവസം എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. ടേബിൾ ഇതുപോലെ അലങ്കോലമായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി, അതുപോലെ മാല ബൾബ് ഇടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ മാല ബൾബ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ അറിയാലോ, ക്യാമറയിൽ ആ ഒറിജിനൽ ലുക്കൊന്നും കിട്ടത്തില്ല. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് പഠിക്കാനുള്ള എന്താ പറയുക മൂഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്റ്റഡി പ്ലാനറാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോനകത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 10 അവറോ അല്ലെങ്കിൽ 7 അവറോ ചലഞ്ചാണ്. ആദ്യം ഞാൻ 10 അവർ ആയിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പുറത്ത് പോകാനുള്ളതുകൊണ്ടും പിന്നെ കുറച്ച് വൈകിയത് കൊണ്ടും ഞാൻ 7 അവർ ആക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്റ്റഡി പ്ലാനർ നോക്കിയിട്ട് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. അതായത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. 2 എണ്ണത്തിന് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടോ ഈ ടു ഡു ലിസ്റ്റിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാവും. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് ഫിസിക്സ് പഠിക്കാമെന്നാണ്. ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ കയ്യിലാണ് ശൈലത്തിനൊരു ഗൈഡും ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്രിൻ്റ് ഔട്ടും ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കിടന്നുറങ്ങിപ്പോയി. 5 മണിക്ക് എണീറ്റെങ്കിലും ഞാനൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കിടന്നുറങ്ങിപ്പോയി. പിന്നെ എണീറ്റ് വന്നപ്പോഴേക്കും 9 മണിയായിട്ട്. ഈ 9 മണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്ലാസ് മൊത്തം കണ്ടു തീർത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണിയായി. ഇതുവരെയായിട്ട് ഞാൻ ആകെ 2.25 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സംശയമായി. ഇനിയിപ്പോൾ എനിക്ക് ഒരു 10 മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 10 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ എന്തായാലും എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇൻ്റഗ്രൽസും അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരു 6th ചാപ്റ്റർ എന്തോ തിങ്കളാഴ്ച എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കണോ, അല്ലെങ്കിൽ ഇത് തന്നെ ഒന്ന് ഫിസിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ പഠിക്കണമെന്നാണ് ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട ക്ലാസ് എനിക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞു തരണം. ഞാൻ തന്നെ സ്വയം പഠിപ്പിക്കില്ലേ നമ്മൾ തന്നെ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതുവരെ കണ്ട ക്ലാസ് വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ അതൊക്കെ മറന്നു പിന്നെയും ക്ലാസ് കണ്ട ഒരു അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ എന്നെ തന്നെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. കുറേ സമയമാവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് മടുപ്പുണ്ടാവില്ല. ഇത്ര നേരം നമ്മൾ ക്ലാസ് കാണായിരുന്നില്ലേ. ക്ലാസ് കാണേണ്ട ഇടയിൽ വെള്ളം കുടിക്കണു, ഫ്രിഡ്ജ് പോയി തപ്പണു, അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പണി. തിന്നാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അടുക്കളയിൽ കയറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇരിക്കും. എന്നെ തന്നെ പഠിക്കുകയാണെങ്കിൽ വലിയ മടുപ്പൊന്നും ഉണ്ടാവില്ല, കുറേ നേരം ഇരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറേ നേരമല്ല കുറച്ച് നേരത്തിനകം എന്നെ തന്നെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം. എന്ന് വെച്ചിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല, എഴുതിയൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞ് എന്നെ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ വേറൊരു ചാപ്റ്റർ നോക്കാം. നമുക്ക് കെമിസ്ട്രി നോക്കാണ്ട് മാത്സ് നോക്കണം. മാത്സ് ഇൻ്റഗ്രൽസ് വലിയതാണ്. അപ്പോൾ അതെനിക്ക് എത്രത്തോളം നോക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ 2.25 മണിക്കൂറായെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എണീറ്റ് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയി. എനിക്കൊന്നിനും 6 മണിയൊന്നും ആയില്ല, അതിന് മുന്നേ ഞാൻ ഉറങ്ങിന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും 9 മണിയായി. 9 മണിയായപ്പോഴേക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ പഠിക്കാനിരുന്നു. കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ മോരുവെള്ളം ഉണ്ടാക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് അത് പോസ് ചെയ്തിട്ട് കേട്ടോ. കൃത്യമായിട്ട് എല്ലാം പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പഠിക്കുന്ന സമയം ഓണാക്കുന്ന ഇടയ്ക്ക് മറന്നു പോകും. അതാണ് പറ്റിയത്. അങ്ങനെ പോസ് ചെയ്തിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം തന്നെ എനിക്ക് സംശയമായി ഇനി ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. ആകെ പേടിയായിട്ടോ. എന്തായാലും തുടങ്ങുകയും ചെയ്തു. പിന്നെ ഞാൻ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ്റഗ്രൽസിൻ്റെ ചാപ്റ്റർ പഠിക്കാനാണ് വിചാരിക്കുന്നത്. ഇതാണ് വലിയ ചാപ്റ്ററിനെ കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ പേജ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലത്തെ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കാം വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മനസ്സിലായി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന്. ഞാൻ കുറച്ചൊക്കെ ചെയ്ത് നോക്കി, എനിക്ക് പറ്റുന്നില്ല. ചിലതൊക്കെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി വലിയ രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇതിന് മുന്നത്തെ 2 ചാപ്റ്റർ എനിക്ക് വലിയ അറിയില്ല, അതുകൊണ്ട് തന്നെ ഇത് അത്രയും കൂടി കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും 4 മണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ നട്ട ചെടിയാട്ടോ. പഠിക്കുന്ന ഇടയിൽ ഒരു ചെടിയും ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അരി വറുത്ത് പൊടിച്ചത് അത് ഞാൻ കഴിച്ചു കേട്ടോ. ഈ ഇടയിൽ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു, പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഞാൻ ബെഡിൽ ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത്. കെമിസ്ട്രിയുടെ 6th ചാപ്റ്റർ ആട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ തന്നെയാണ്, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും ഞാൻ കുറച്ച് നേരം പഠിക്കാനിരുന്നു. വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അധികം അങ്ങോട്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചലഞ്ച് ഒരു കമൻറ്റ് വന്നുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോഴേ മുതൽ ഞാൻ വിചാരിക്കുന്നത്, അതിന് മുന്നേ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ചലഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ കമൻറ്റ് കൂടി വന്നപ്പോൾ പെട്ടെന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഞാനിങ്ങനെ 10 മണിക്കൂർ പഠിക്കലോ അല്ലെങ്കിൽ 7 മണിക്കൂർ പഠിക്കലോ ഒന്നുമില്ല. സ്കൂളിൽ
എക്സാം ഇല്ലാത്ത ദിവസം. ഇതിപ്പോൾ എക്സാം ഇല്ലാത്ത ദിവസം ഒരു 6 മണിക്കൂറെങ്കിൽ അത്ഭുതം തന്നെയാണ് എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇനി നമ്മൾക്ക് സമയമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ചലഞ്ച് ചെയ്യാം കേട്ടോ. ഇനി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സമയമൊക്കെ കാണിച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ ഇങ്ങനെ ഉറങ്ങിയൊന്നും പോവാണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് ചലഞ്ച് ചെയ്യണം എന്നുണ്ട്. കുറച്ച് ലീവൊക്കെ വരുന്നുണ്ട് സ്കൂളിന്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴും വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ എനിക്ക് അറിയാമല്ലോ നമുക്ക് ഒരു 4500 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊരു 5000 ആവണം പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ എനിക്ക് 10 കൂടുതൽ ലൈക്കൊന്നും ലോങ് വീഡിയോസിന് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.